മുനമ്പൻ നിവാസികളുടെ ദീർഘനാളായുള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഒരു വിധി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ആ വിധിയിലേക്ക് നയിച്ചത് സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകളാണ്. ഇവിടുത്തെ നിവാസികളുടെ അവർക്ക് കരം അടയ്ക്കാൻ സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിയത്. റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. ഈ ഘട്ടത്തിൽ മുനമ്പൻ നിവാസികളുടെ പ്രതികരണം, അവരുടെ സന്തോഷം എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. മുനമ്പം നിവാസിയായ ജോസി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധി വരികയാണ്. അതായത് ഈ കരം സ്വീകരിക്കാൻ അനുമതി തേടിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. അത് ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ കരം സ്വീകരിക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകളുടെ ഭാഗം കൂടിയല്ലേ ഇത്? അതെ, വളരെ തീർച്ചയായിട്ടും. ഈ പ്രശ്നം ഉടലെടുത്ത കാലത്ത് സർക്കാർ ഈ വിഷയം പരിഹരിക്കാനായിട്ട് രാമചന്ദ്രൻ കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വെച്ചിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷനെ ഈ വഖഫ് സമര സമിതി എന്ന് പറയുന്ന ആൾ കോടതിയിൽ ചോദ്യം ചെയ്യുകയും അത് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അതിന് അപ്പീൽ പോവുകയും സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വിധി സ്റ്റേ ചെയ്യുകയും ആദ്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ഭൂമി ഞങ്ങളുടേതാണെന്ന് ആദ്യമായി ഒരു വിധി വരുന്നത് ഈ ഹൈക്കോടതിയുടെ വിധിയാണ്. ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി വഖഫ് ഭൂമിയല്ലെന്നും ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ഭൂമിയാണെന്നും വളരെ വ്യക്തമായി ആ വിധിയിലൂടെ പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അതിനുശേഷം ഇവിടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഭൂസമര സമിതി എന്ന് പറയുന്ന ഭാഗം എടുത്ത കേസിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വക്കീൽ വീണ്ടും ഇവിടുത്തെ ഭൂമികളിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണം, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയമായതിൻ്റെ പേരിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ സത്യവാങ്മൂലം സമർപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു വിധി നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഉള്ള സർക്കാരിൻ്റെ ഭാഗമായ സർക്കാർ അഭിഭാഷകർ ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ നിവാസികൾ അനുഭവിക്കുന്ന അവർക്ക് കരമടയ്ക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ കൃത്യമായി അവതരിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ അതായിരുന്നു. സമരസമിതി ഉന്നയിച്ചൊരു കാര്യം അത് തന്നെയാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി അതിന് വാദിക്കണമെന്ന് തന്നെയായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിനെയൊക്കെ കാണുകയും അതിനുശേഷം സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നമുക്കിവിടെ കരമടക്കുന്നതിനും ഇവിടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് കോടതിയിൽ ശക്തിയായി വാദിച്ചതിൻ്റെ പേരിലാണ് ഈ വിധി വന്നത്. അല്ലാതെ മറ്റുള്ള ചില ആളുകൾ പറയുന്ന പോലെ ഞങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിർത്തേറ്റ് കിടക്കുന്ന ആളുകളുടെ രീതിയല്ല ഇവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലും നിയമപരമായ നീക്കമാണ്. അതിനിപ്പോൾ സുപ്രീം കോടതിയിലുള്ള കേസിലും നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തടസ്സ ഹർജി ഉന്നയിച്ചേക്കാണ്. സുപ്രീം കോടതിയിലും ഈ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവും. ഒരു ഘട്ടത്തിലെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ തന്നെ അത് തന്നെ ഒരു കണ്ണിൽ പൊടിയാനുള്ള പരിപാടികളാണ് എന്നൊക്കെ തരത്തിൽ പലരും ആക്ഷേപിക്കാൻ ശ്രമിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുള്ളത്. അതെ, തീർച്ചയായും. ആ ജുഡീഷ്യൽ കമ്മീഷൻ വന്ന സമയത്ത് കമ്മീഷനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്മീഷനൊക്കെ വെറും കടലാസുകൾ അല്ലേ? അല്ല, അതിന് നിയമപരമായ ഒരു ബാധ്യതയോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കുറച്ച് യൂട്യൂബുകളും കുറച്ച് തൽപരകക്ഷികൾ ഇതിനകത്ത് പങ്കെടുത്ത് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വാസികൾ ഈ മുനമ്പത്തുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നു സർക്കാർ ഞങ്ങളുടെ നിൽക്കുമെന്നും സർക്കാരിന് പരിഹാരം കാണുമെന്നും. അത് സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സർക്കാർ അപ്പീൽ പോയി അതിന് വ്യക്തമായ ഉത്തരവ് വാങ്ങിച്ചു തരികയും ഈ ഭൂമി ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായ വിധിയായിരുന്നത് ആ ഡിവിഷൻ ബെഞ്ച് വിധി. അത് വന്നപ്പോൾ ഇവിടെ തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഇതെന്ത്, അത് ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ എന്നായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ ആ വിധിയുടെ ചുവട് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ കാരണവന്മാരുടെ ആ ഒരു ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും ഇപ്പോൾ പരിഹാരമാവുകയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി അടക്കം നേരിട്ട് മുനമ്പത്തുള്ളവരായിട്ട് ചർച്ച നടത്തി. അദ്ദേഹം ആദ്യമേ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആണെങ്കിലും സർക്കാരിൻ്റെ ആളുകളാണെങ്കിലും പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് ആർക്കും കുടിയൊഴിയേണ്ടി വരില്ല എന്നുള്ളതാണ്, അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ആ വാക്കിൽ ഇപ്പോഴും ഉറച്ച വിശ്വാസം തന്നെ. അതെ, ഞങ്ങൾ ഇവിടെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഫസ്റ്റ് ഒരു സമരരംഗത്തേക്ക് വരുന്നത് ഇവിടെ CPM ആണ്. അന്ന് സമരം വേണ്ട എന്നുള്ള നിലപാടായിരുന്നു ഇപ്പോഴത്തെ ഭൂസമര സമിതിയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒരു ഉറപ്പ് നൽകിയിരുന്നു, ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാർ കുടി ഇരുത്തുന്ന സർക്കാരാണ്, ഒരിക്കലും കുടിയൊഴിക്കില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കും, അതിന് നിയമപരമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ച് തന്നെ നീക്കേണ്ടി വരും. സാധാരണ ഇവിടെ ചെയ്തു വന്നിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കലായിരുന്നു. ഇത് ഈ ഭൂമി ഞങ്ങൾക്ക് കിട്ടിയ കാലത്ത് തന്നെ അതൊരു കോടതിയുടെ അനുമതി കൂടിയായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ നിയമപ്രശ്നത്തിൽ പെടുകയില്ലായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഒരു MP പോളാണ് ഈ ഭൂമി വിൽക്കാനുള്ള അധികാരം. അന്ന് മുസ്ലിം ലീഗിൻ്റെ ഈ വഖഫ് ബോർഡും ഫറൂഖ് കോളേജും അവരുടെ ഭരണസമിതിയാണ്.
അവരായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം. ഈ ഇവിടുത്തെ ഭൂമി കണ്ണായ ഭൂമികളൊക്കെ വിൽക്കുകയും അവരുടെ പേരിലാക്കുകയും ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഭൂമി പ്രശ്നത്തിന് ഇവിടെ വന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ ഭൂമി പ്രശ്നം പരിഹരിച്ച് നിയമപരമായ കോടതിയുടെ അനുമതിയോടെയാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അന്ന് ഇവിടുത്തെ അറിവില്ലാത്ത ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാവർക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന പൈസ കൊടുക്കണം. അന്ന് ഏറ്റവും കൂടിയ വിലയ്ക്കാണ് ഇവിടെ ഈ ഭൂമി വാങ്ങുന്നത്. ആ വാങ്ങിയ ഭൂമി അന്ന് ഈ നിയമപ്രശ്നം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അതിനും കാരണക്കാർ ഈ ഭാഗം തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോഴും കാസയെന്നും BJP എന്നൊക്കെ പറഞ്ഞ് നിലവിൽ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. BJPയും ഈ വിഷയത്തിലൊരു മുതലെടുപ്പ് നടത്താൻ ആ ഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരൊക്കെ വരുന്ന രീതിയും അവരുടെ പ്രയത്നം കൊണ്ടാണ് ഈ തരത്തിലൊക്കെ ഇനി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നതെന്നൊക്കെ അന്ന് പറയുകയുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറേ നാളുകളായി. അത് തീർച്ചയായിട്ടും അത് തന്നെ. അത് ഒരു വഖഫ് അമെൻമെൻറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കരുതിയിരുന്നു ഇത് ഞങ്ങൾക്ക് ആശ്വാസമായ രീതിയിലായിരിക്കും എന്ന് കരുതി ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷെ അത് JPC വന്ന് അതിനുശേഷം പാർലമെൻറ്റിൽ കിരൺ റിജിജു തന്നെ നിയമം മുനമ്പത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നിരുന്നു പള്ളിയിൽ വന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ഈ ഭൂമി നിയമം ഇത് നിങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടു കൂടിയല്ല ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾ സുപ്രീം കോടതി വരെയും പോയി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാവുന്നത്. ഇത് മുസ്ലിം സമുദായത്തിനെ അവരുടെ വ്യക്തിപരമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമം ഇവിടുത്തെ കുറച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണെന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരത്തിലുള്ള നിയമം അതിനകത്ത് പാസ്സാക്കിയിട്ടില്ല. അതിന് മുൻകാല പ്രാബല്യവുമില്ല. അതിന് 42 2B എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചതല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ ഒരാനുകൂല്യം ഈ ഭൂമിയുടെ ഇതിൽ കിട്ടിയില്ല. അതിനുശേഷം ഈ ഭൂമിയുടെ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് സർക്കാർ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അപ്പോഴാണ് ഇത് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ ജനങ്ങൾ ഇവിടെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉള്ള തുടർ നടപടികളിലേക്ക് ഇതിനകം തന്നെ കടന്നു എന്നാണ് മന്ത്രി P. രാജു അടക്കം സൂചിപ്പിച്ചത്. തുടർന്നും അതിനനുസരിച്ച് വളരെ വേഗത്തിൽ നടപടികൾ നീക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിലെല്ലാം വലിയ പ്രതീക്ഷയോടെ തന്നെ മുനമ്പൻ നിവാസികൾ മുന്നോട്ട് പോവുകയാണ്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഭൂമി പ്രശ്നം പരിഹരിച്ച് തരും എന്നുള്ളത്. അത് അങ്ങനെയുള്ളൊരു ചിന്തയിലും ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും കൃത്യമായി സർക്കാർ കോടതിയിൽ ഇടപെടുകയും നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്കും മറ്റുള്ള എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം നീങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ സന്തോഷവാന്മാരുമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു നിന്നത്. ഈ വിധി നമ്മൾക്ക് അനുകൂലമായി വന്നപ്പോഴാണ് ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് വന്നിരുന്നു. പക്ഷേ അതൊന്നും അവിടെ നടപ്പായുമില്ല, ചെയ്തുമില്ല. അവസാനം ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരാശ്വാസമായത്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞത് സന്തോഷമായിട്ട്. ആ ഒരു മനസ്സിൽ നിന്നൊരു ഭാരം പോയ മാതിരി ആയിരുന്നു ഇത് കുറേ കാലം 2021 മുതൽ ഞങ്ങൾ അനുഭവിച്ചിരുന്നത്. അതിന് വളരെ മാറ്റം വന്നു. ജനങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കാൻ പറ്റിയത് അന്നായിരുന്നു. തീർച്ചയായിട്ടും വലിയ ആശ്വാസം, വലിയ ആഹ്ലാദം മുനമ്പൻ നിവാസികൾക്ക് ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് മുനമ്പൻ നിവാസികൾ തന്നെ പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന ഉറച്ച ആത്മവിശ്വാസവും ഇവിടത്തുകാർക്കുണ്ട്. മുനമ്പത്തു നിന്നും ക്യാമറമാൻ അഫ്സലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.